പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയിൽ അംഗമായ കുവൈറ്റ് 2026 ഏപ്രിലിൽ ഒരു ബാരൽ അസംസ്കൃത എണ്ണ പോലും കയറ്റുമതി ചെയ്തില്ല എന്ന് റിപ്പോർട്ട്. 3 പതിറ്റാണ്ടിലേറെയായി കുവൈറ്റ് അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്യാതിരിക്കുന്നത് ഇതാദ്യമായാണ്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയെന്നത് ഇത് വ്യക്തമാക്കുന്നു. കപ്പലുകളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ടാങ്കർ ട്രാക്കേഴ്സ് എന്ന വെബ്സൈറ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റിന്റെ എണ്ണ കയറ്റുമതി നിർത്തലാക്കുന്നത് ഏഷ്യയിലെയും യൂറോപ്പിലെയും ഊർജ്ജ വിപണികൾക്ക് വലിയ തിരിച്ചടിയായേക്കാം. ഈ സാഹചര്യം വളരെ കാലം തുടർന്നാൽ ലോകമെമ്പാടുമുള്ള ഇന്ധനവില ഉയരാൻ സാധ്യതയുണ്ട്. കുവൈറ്റ് ഇപ്പോഴും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എങ്കിലും കയറ്റുമതി പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. വേർതിരിച്ചെടുക്കുന്ന എണ്ണയുടെ ഒരു ഭാഗം സംഭരണത്തിനായി അയക്കുന്നു, അതേസമയം ചിലത് ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾക്കായി മാറ്റുന്നു. ഈ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളിൽ ചിലത് കയറ്റുമതി ചെയ്തു, പക്ഷേ അസംസ്കൃത എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെച്ചു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യവും കപ്പൽ ഗതാഗത മാർഗങ്ങളിലുള്ള നിയന്ത്രണങ്ങളും കുവൈറ്റിനെ അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ എണ്ണ വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചു. വ്യാപാര സാമ്പത്തിക നഷ്ടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പ്രതികൂല പ്രത്യാഘാതങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും ഖത്തർ ഇറാനോട് ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയോ വിലപേശൽ ചിപ്പായി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ആഗോള ഊർജ്ജ ഭക്ഷ്യ വിതരണത്തിന് ഭീഷണിയാകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി മുന്നറിയിപ്പ് നൽകി. അതേസമയം US നാവികസേന മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ പേർഷ്യൻ ഗൾഫിൽ 48 കപ്പലുകൾ വഴി തിരിച്ചുവിട്ടു. അതേസമയം ഇന്ത്യൻ ജീവനക്കാരുൾപ്പെട്ട ഒരു ടാങ്കർ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. LPG സൂപ്പർ ടാങ്കർ സർവ് ശക്തിയാണ് ശനിയാഴ്ച ഹോർമൂസ് കടന്നത്. 45,000 ടൺ LPG വഹിച്ചുകൊണ്ടാണ് കപ്പലിന്റെ യാത്ര. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കപ്പലിന്റെ സഞ്ചാരമെന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണിത്. മെറൈൻ ട്രാഫിക് .com നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 3 UAE നിന്ന് പുറപ്പെട്ട കപ്പൽ പശ്ചിമേഷ്യൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ പേർഷ്യൻ ഉൾക്കടലിലായിരുന്നു. ഇറാനും ഒമാന്റെ മുസന്തം ഉപദ്വീപിനും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ഭാഗം പിന്നിട്ട് കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കപ്പലിലെ ചരക്ക് വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കമ്പനി ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനോടകം ഒട്ടേറെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇറാനെതിരെ നടപടി കടുപ്പിച്ചതിനു ശേഷം ഹോർമൂസ് കടക്കുന്ന കപ്പൽ എന്നതാണ് സർവ്വശക്തിയെ വ്യത്യസ്തമാക്കുന്നത്. ഏപ്രിൽ 13 അമേരിക്ക ഈ കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണിത്. US ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കുന്ന സമയത്താണ് സർവ്വശക്തി കടലിടുക്ക് കടന്നത്. തുടർച്ചയായ ഉപരോധങ്ങളും മറ്റ് അനിശ്ചിതത്വങ്ങളും ഹോർമൂസിലൂടെയുള്ള ഗതാഗതത്തെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. സൈനിക ഭീഷണികൾ അടക്കം ഉയർന്നതോടെ പല കപ്പലുകളും യാത്രയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ ഇന്ത്യ വൻ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരും 2ാമത്തെ വലിയ LPG ഉപഭോക്താക്കളും എന്ന നിലയിൽ പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തുണ്ടാക്കിയ ആശങ്ക ചെറുതായിരുന്നില്ല. ഇത് മറികടക്കാനും LPG കപ്പലുകൾ തടസ്സമില്ലാതെ എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നു. രാജ്യത്തെ തുറമുഖങ്ങളിൽ LPG ടാങ്കറുകൾക്ക് മുൻഗണന നൽകാനും തുറമുഖങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.